നമസ്കാരം. ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയായ ഷിംജിത മുസ്തഫയെ ന്യായീകരിച്ചുകൊണ്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു ദുരൂഹമായ വീഡിയോ നിങ്ങൾ ഇതിനകം കണ്ടിരിക്കും. അതിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അതൊക്കെ പറയുന്നത് എന്നാണ് വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിയമവശാലോ കാര്യവശാലോ നിലനിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ ന്യായീകരിക്കാനായി ഉന്നയിച്ച കാരണങ്ങളെ ഓരോന്നായി വിശകലനം ചെയ്യാനും അതിന് സ്പെസിഫിക്കായിട്ടുള്ള മറുപടി നൽകാനും കൂടാതെ അദ്ദേഹത്തിനോടും ചില മറുചോദ്യങ്ങൾ ചോദിക്കാനും അവസാനം ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരം എന്താണ് എന്ന് ഒന്ന് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഒരു സങ്കീർണമായ പ്രശ്നമാണ് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ. അതിലൊരു സ്ഥലമാണ് നമ്മുടെ ബസ്സുകളും. എന്നാൽ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തെ ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്ത ജയശങ്കറിൻ്റെ രീതിയെ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. താൻ ഒരിക്കലും കാണാത്ത, തനിക്ക് ഒരു പരിചയവുമില്ലാത്ത ഷിംജിതയെ ജയശങ്കർ വക്കീൽ വർണ്ണിക്കുന്നത് ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ ആണ്. ഒരുപക്ഷെ അവളുടെ വീഡിയോ കാണാതെയാണ് അതേ വീഡിയോയെ ജയശങ്കർ വിലയിരുത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തൻ്റെ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അടിസ്ഥാനപരമായി ഈ ദീപക് ഒരു പുരുഷനും ഷിംജിത ഒരു സ്ത്രീയും ആണ് എന്നുള്ള ഒറ്റ കാരണത്താൽ ആണ്. അതായത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഷിംജിതയെ ന്യായീകരിക്കാനായി അഡ്വക്കേറ്റ് ജയശങ്കർ ഉന്നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട്, അവർ യാഥാസ്ഥിതിക കുടുംബത്തിലെ ഒരു അംഗമാണ്. അവർ ഒരു ജനപ്രതിനിധി ആയിരുന്നു. അവർക്ക് കുടുംബമുണ്ട്, ഭർത്താവുണ്ട്. അവരൊരു ഫെമിനിസ്റ്റ് അല്ല. അതുപോലെ തന്നെ അവരുടെ സമുദായവും പാർട്ടിയും അവരോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് അവർ കാരണമില്ലാതെ ഒരു വീഡിയോ ഒരിക്കലും തന്നെ പ്രസിദ്ധീകരിക്കില്ല. അങ്ങനെ സാമൂഹ്യ പശ്ചാത്തലം വിവരിച്ചുകൊണ്ടാണ് ജയശങ്കർ തൻ്റെ ന്യായീകരണം ആരംഭിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ നല്ലവരും ചീത്തയായും ഉള്ള ആൾക്കാർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഈ സാമൂഹിക പശ്ചാത്തലമോ വിദ്യാഭ്യാസ യോഗ്യതയോ അതല്ല ഒരാൾ അലങ്കരിക്കുന്ന സ്ഥാനമോ ഒന്നും തന്നെയല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾ നല്ലതോ ചീത്തയോ എന്ന് നിർണ്ണയിക്കപ്പെടുക. അത് ഒരാളുടെ സ്വഭാവത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരുമായ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ത്രീ പീഡനം നടത്തിയ ഒരു നാടാണ് നമ്മുടെ കേരളം. അവരുടെയൊക്കെ പേരുകൾ ഒരുപക്ഷെ വർഷം ഉൾപ്പെടെ പറയാൻ ജയശങ്കറിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാമൂഹിക പശ്ചാത്തലമുള്ള ആൾക്കാർ ഒന്നും തന്നെ കുറ്റം ചെയ്യില്ല, അല്ലെങ്കിൽ അവർ കള്ളം പറയില്ല എന്നൊക്കെയുള്ള ജയശങ്കറിൻ്റെ വാദം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ദുരൂഹമായ ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ വ്യാജവും അതുപോലെ തന്നെ സത്യസന്ധവുമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്, ഇനി ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഉദാഹരണത്തിന്, യാഥാസ്ഥിതിക നായർ കുടുംബത്തിൽ ജനിച്ച ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്ന സരിത നായരുടെ കാര്യം തന്നെ എടുക്കുക. അവർ എത്ര ആൾക്കാർക്കെതിരെയാണ് വ്യാജമായ ലൈംഗിക ആരോപണം ഉയർത്തിയത്? അവസാനം CBI തന്നെ അന്വേഷിച്ചു, ഒന്നും തന്നെ കണ്ടെത്തിയില്ല. പക്ഷേ നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അവസാനം നൽകേണ്ടിയും വന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിന്നുന്ന എല്ലാ പെണ്ണുങ്ങളും പൊന്നല്ല എന്നുള്ളതാണ്. സ്ത്രീകളുടെ അത്തരത്തിലുള്ള പരാതികളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ കുറ്റക്കാരെ ശിക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസ് നിയമ സംവിധാനങ്ങൾ ഉള്ളത്. അഡ്വക്കേറ്റ് ജയശങ്കറും അതിൻ്റെ ഒരു ഭാഗമാണ്. ബസ്സിനുള്ളിൽ വെച്ചിട്ട് ഷിംജിതയ്ക്ക് ദുരനുഭവം ഉണ്ടായി എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ ആ വീഡിയോ കണ്ടതാണ്. എന്നാൽ ആ വീഡിയോയിലെ ഒരു ഭാഗത്തും നമുക്ക് ഷിംജിത ഒരു ദുരനുഭവം അനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. മറിച്ച് അതിലെ ഓരോ ഭാഗവും ഓരോ നിമിഷവും അവർ ആസ്വദിക്കുന്നതായിട്ടാണ് നാം കണ്ടത്. ഇനി അഥവാ ഷിംജിത തൻ്റെ എഡിറ്റ് ചെയ്യാത്ത മുഴുവൻ വീഡിയോയും ഈ ജയശങ്കറിന് അയച്ചു കൊടുത്തോ എന്നും അതിലെവിടെയെങ്കിലും ഈ ദീപക് അവളെ പീഡിപ്പിക്കുന്ന ദൃശ്യം വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യവും ഈ ജനങ്ങൾക്ക് അറിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ ജയശങ്കറിന് നമ്മുടെ മഹാഭാരതത്തിലെ സഞ്ജയനെ പോലെ ദൂരെ നിന്നും കാര്യങ്ങൾ കാണാൻ കഴിയുന്ന വല്ല ദിവ്യ ദൃഷ്ടി ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് അറിയില്ല. എന്തായാലും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ തന്നെ ബലി കഴിച്ച ഒരു വ്യക്തിയെ, ദീപക്കിനെ, ഒരു സ്ത്രീ പീഡകനായി ചിത്രീകരിച്ച ഈ ജയശങ്കറിന് എന്തിൻ്റെ കഴപ്പാണെന്ന് എനിക്കറിയില്ല. കഴപ്പുകൾ പലതരമുണ്ട്. അതിൽ ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ഒരു കഴപ്പാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ കഴപ്പ്.
കൂടാതെ ഷിംജിത ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നിലുള്ള ചേതോ വികാരം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കാനാണ് ജയശങ്കർ നാട്ടുകാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്നും തന്നെ ജയശങ്കറിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഈ ഷിംജിതയുടെ വീഡിയോയിലോ അത്തരത്തിലുള്ള തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. തെളിവുണ്ടെങ്കിൽ പിന്നെ അതിലോട്ട് നോക്കിയാൽ പോരെ, ചുമ്മാ കടന്നിട്ട് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നും ജനങ്ങളൊക്കെ മണ്ടന്മാരാണ് എന്നുമാണ് ജയശങ്കർ കരുതി വച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം, ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു വ്യക്തിയുടെ വീഡിയോ അകാരണമായിട്ട് എടുക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എടുക്കും. വൈറലാകാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റ് തേടി നടക്കുന്നവൾ, അതിനായി മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവൾ, കൂടാതെ മനഃശാസ്ത്രം കൂടി അറിയാവുന്ന ഒരാൾ ഒരിക്കലും അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി തൻ്റെ ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ വീഡിയോ ഒരിക്കലും തന്നെ എടുക്കില്ല. അവൾക്ക് ആവശ്യം ഒരു പുതുമുഖത്തെ ആയിരുന്നു. അതുമല്ല, ഈ ആൾക്കാരിൽ വിശ്വാസം ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രായത്തിലും ആരോഗ്യത്തിലും കാഴ്ചയിലും ഒക്കെ അനുയോജ്യനായ ഒരാളെ അവൾ ഇരയായി കണ്ടെത്തുകയും ചെയ്തു. അവർ സഞ്ചരിച്ചിരുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിരുന്നു, മിക്കവാറും ഇവർ രണ്ടുപേരും ഒരേ സ്റ്റോപ്പിൽ നിന്നും ആയിരിക്കും ഈ ബസ്സിൽ കയറിയിട്ടുള്ളത് എന്ന്. അതിപ്പോൾ ശരിയായി. എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഈ ബസ്സിൽ കയറിയതിന് ശേഷം അനുയോജ്യനായ ഒരു ഇരയെ കിട്ടി എന്ന് വരില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ബസ്സിൽ കയറിയതിനു ശേഷം ആകെ 10 മിനിറ്റോളം മാത്രമേ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ അവൾ 8 മിനിറ്റോളം ആകെ ദൈർഘ്യം വരുന്ന 7ഓളം വീഡിയോകൾ ഷൂട്ട് ചെയ്തു എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുതന്നെ അടിവരയിടുന്നത് ഇവൾ ബസ്സിന് പുറത്തു നിന്നും തന്നെ ഇരയെ സെലക്ട് ചെയ്തു എന്നാണ്. ബസ്സിൽ കയറിയ ഉടനെ തന്നെ ഷൂട്ടിങ്ങും ആരംഭിച്ചു. പിന്നെ വക്കീൽ പറയുന്നത്, അടുത്ത പ്രാവശ്യം ഈ പിടക്കോഴികളെ തേടി പൂവൻകോഴികൾ ബസ്സിൽ കയറുമ്പോൾ അവർ അല്പം മാന്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷിംജിത തൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നാണ്. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. കാരണം ഇവിടെ കാലാകാലങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ഒട്ടനവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ജെന്യൂനായിട്ടുള്ള കേസുകളിൽ ഇവിടുത്തെ സമൂഹവും പോലീസും ഒക്കെ തന്നെ അതിലെ ഇരകളോടൊപ്പം നിന്നിട്ടും ഉണ്ട്. എന്നിട്ടും പൂവൻകോഴികൾ നിരന്തരമായി ചികഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള വസ്തുത വക്കീലിന് അറിയാവുന്നതും ആണ്. എന്നിട്ടും ഈ ഷിംജിതയുടെ ഒറ്റ വീഡിയോ കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ശരിയാകും എന്നാണ് ഈ വക്കീൽ വിചാരിച്ചത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് എന്തോ സാരമായ തകരാറുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഇനി ജയശങ്കറിൻ്റെ വാദം അംഗീകരിച്ചാൽ തന്നെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരും. ഈ ജയശങ്കർ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കാൻ വേണ്ടി ആയിരുന്നു എങ്കിൽ ഈ ഷിംജിത തൻ്റെ ഭാഗം ന്യായീകരിച്ചു കൊണ്ടുള്ള രണ്ടാമത്തെ വീഡിയോ എന്തിന് പോസ്റ്റ് ചെയ്തു? അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചേതോ വികാരം എന്തായിരുന്നു? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ജയശങ്കറിന് തലകുത്തി നിന്നാലും ഈ ചോദ്യത്തിന് ഒരിക്കലും ഒരു മറുപടി തരാൻ സാധിക്കില്ല. തൻ്റെ വൈറലായ ആദ്യ വീഡിയോയ്ക്ക് ശേഷം മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും വൈറലാകുമെന്ന് അവൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ദീപകിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് ആ രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു. കാരണം അതിൽ അവൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൂടി അപമാനിക്കുന്നുണ്ട്. അതുമല്ല, വീണ്ടും ഇവൾ ഇതുപോലെ തന്നെ നിരന്തരം വീഡിയോ ഇടുമോ എന്നുള്ളൊരു ഭയവും ദീപകിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. ജയശങ്കർ പറയുന്നത് പോലെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയായിരുന്നു ഷിംജിതയുടെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ടവൾ PP ദിവ്യയുടെ അനുഭവത്തിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടില്ല? താൻ ചെയ്യുന്നത് തെറ്റാണെന്നും ഇതൊരു പക്ഷേ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാം എന്നും എന്തുകൊണ്ടവൾ കരുതിയില്ല? ഒരു പാഠം പഠിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരുന്നു. അപ്പോൾ സ്വയം പാഠം പഠിക്കാത്തവൾ എങ്ങനെയാണ് സമൂഹത്തിന് പാഠം പഠിപ്പിക്കുക? ഇത്തരം വീഡിയോകളിൽ നിന്നും സമൂഹം പാഠം ഉൾക്കൊള്ളും എന്ന ഈ ജയശങ്കറിൻ്റെ വാദം ശരിയാണെങ്കിൽ പിന്നെ ഇവിടെ പോലീസും കോടതിയും വക്കീലും ഒന്നും തന്നെ വേണ്ടല്ലോ. അവരെയെല്ലാം ഈ വീഡിയോ പിടിക്കാനായിട്ട് നിയോഗിച്ചാൽ പോരെ. അതിൽ നിന്നും അവളുടെ ലക്ഷ്യം സമൂഹത്തെ ബോധവൽക്കരിക്കുകയായിരുന്നില്ല, മറിച്ച് ദീപകിനെ അപമാനിക്കുന്നതിലൂടെ തനിക്ക് പണവും പ്രശസ്തിയും കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു എന്ന് ഈ ജയശങ്കർ ഒഴികെയുള്ള മറ്റെല്ലാവർക്കും തന്നെ നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഷിംജിതയുടെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന നിയമം ഈ ജയശങ്കർ എവിടെ നിന്നാണ് പഠിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട്. ഇവിടെ ജയശങ്കർ PP ദിവ്യയെയും ഷിംജിതയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് PP ദിവ്യയുടേത് ഈ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എന്നാൽ ഈ ഷിംജിതയുടേത് ആക്സിഡൻ്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
അദ്ദേഹത്തിന് ഈ ആക്സിഡൻറ്റിൻ്റെ അർത്ഥം അറിയില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ. കാരണം ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്, അല്ലാതെ മുൻകൂട്ടി നടക്കുന്ന ഒന്ന് അല്ല. പൊതുസ്ഥലങ്ങളിൽ ഒരാളുടെ അറിവോ സമ്മതമോ കൂടാതെ അയാളുടെ വീഡിയോ ചിത്രീകരിക്കുന്നതും അത് പബ്ലിഷ് ചെയ്യുന്നതും തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ മറ്റേതോ ഒരു പെൺകുട്ടി അത്തരത്തിലൊരു കംപ്ലയിൻറ്റ് കൊടുത്തതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഒരാളൊരു കുറ്റം ചെയ്യുകയാണ് എങ്കിൽ ഒരു തെളിവിന് വേണ്ടിയിട്ട് ആ കുറ്റം ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ വീഡിയോ പകർത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു കുറ്റവും നടക്കാത്ത ഒരു അവസരത്തിൽ ഒരാളുടെ പുറകെ പോയി നിന്നിട്ട് അയാൾ അറിയാതെ അയാളുടെ സമ്മതം ഇല്ലാതെ തിരിഞ്ഞു നിന്നിട്ട് എന്തോ സംഭവിക്കാൻ പോണു എന്നുള്ള ഒരു ധാരണയിൽ ഒരു വീഡിയോ പിടിക്കുന്നത് തീർച്ചയായിട്ടും സതുദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. അത് ദുഷ്ടലാക്കോടു കൂടി മാത്രമേ ആയിരിക്കുകയുള്ളൂ. ഷിംജിതയുടെ വീഡിയോയിൽ നാം കാണുന്നത് അവൾ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ്. അതെങ്ങനെയാണ് ആക്സിഡൻറ്റ് ആകുക? ഇനി അഥവാ ദീപകിൻ്റെ കൈമുട്ട് അവളുടെ മാറിടത്തിൽ തട്ടി എന്നു തന്നെ ഇരിക്കട്ടെ, അതിനുള്ള ഏക കാരണക്കാരി എന്ന് പറയുന്നത് ഷിംജിത തന്നെ ആയിരുന്നു. കാരണം അവളൊന്ന് മാറി നിന്നിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ അവൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്നിരുന്നു എങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കുമായിരുന്നില്ല. അവൾ തൻ്റെ വീഡിയോയും ഓൺ ചെയ്തുകൊണ്ട് എന്തോ സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചു. നാം ഓർക്കണം, അവൾ ഏകദേശം 8 മിനിറ്റോളം വീഡിയോ എടുത്തിരുന്നു. അതിൽ എഡിറ്റ് ചെയ്ത ചെറിയൊരു ഭാഗം മാത്രമാണ് നാം കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഈ എഡിറ്റ് ചെയ്യാത്ത ഭാഗത്ത് ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കുമോ? അവളുടെ മറ്റു പല വീഡിയോകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിടത്തോളം ഉള്ള അവളുടെ പെരുമാറ്റത്തിൽ നിന്നും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ 8 മിനിറ്റ് ദൈർഘ്യമുള്ള അവൾ പിടിച്ച വീഡിയോയിൽ ഒരിടത്തെങ്കിലും ഒരു സീൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതായത് ഈ ഷിംജിത സ്വമേധയാ തൻ്റെ മാറ് ഈ ദീപകിൻ്റെ പുറത്ത് ഉരസുന്നത്, അതിനുശേഷം ഈ ഇവൻ്റെ കൈമുട്ടെങ്കിലും തൻ്റെ ഈ ബ്രസ്റ്റിൽ തട്ടത്തക്ക ദൂരത്തിൽ തന്നെ സ്ഥാപിച്ചതിന് ശേഷം ഈ അവൾ വീഡിയോ ചിത്രീകരിക്കുകയാണ് ഉണ്ടായത്. അതായത് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു അവൾ കാത്തു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ മുഖത്ത് ഇത്ര വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. തൻ്റെ ചൂണ്ടയിൽ മീൻ കൊത്തുന്നതും കാത്തിരിക്കുന്ന ഒരു ചൂണ്ടക്കാരനെ പോലെ വളരെ പ്രതീക്ഷയോടെയാണ് അവൾ കാത്തിരുന്നത്. ആ സമയത്താണ് ദീപകിൻ്റെ കൈമുട്ട് പൊങ്ങി വന്നത്. അപ്പോൾ അത് തൻ്റെ മാറിൽ തട്ടുന്നതിന് വിഘ്നമായിട്ട് നിന്ന തൻ്റെ വലത് കൈ അവൾ പതിയെ മാറ്റിക്കൊടുക്കുന്നു. അതിനുശേഷം അല്പം വലത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്നു. ആ മുട്ടവിടെ തട്ടിയ നിമിഷം അവളുടെ മുഖത്ത് ഒരു സംതൃപ്തി വിടരുന്നു. അതായത് കാത്തിരിപ്പിന് കഷ്ടപ്പാടിന് ഫലമുണ്ടായി എന്നുള്ള ഒരു അർത്ഥത്തിൽ. അതുകൊണ്ട് അതൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല. ഇറ്റ് വാസ് എ വെരി വെൽ പ്രീ പ്ലാൻഡ് ആൻഡ് പ്രീ മെഡിറ്റേറ്റഡ് ഇൻസിഡൻറ്റ്. തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ആ ഒരു പൊസിഷനിൽ നിന്നും അത്തരത്തിൽ ഒരു വീഡിയോ എടുക്കുമോ? ഒരിക്കലുമില്ല. ആൾക്കാർ കണ്ടാൽ ഭ്രാന്താണെന്ന് പറയും. അതും ആൾക്കാർ നോക്കി നിൽക്കെ. ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുവെന്ന് സമൂഹത്തിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷിംജിത തൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നുള്ള ജയശങ്കറിൻ്റെ വാദം കേട്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത്. ഇവിടെ അത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകളെ അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒട്ടേറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിവരം ഇവിടെ സമൂഹത്തിന് പുതുമയുള്ള ഒന്നല്ല. ഉദാഹരണത്തിന് നമുക്ക് സംവാദിൻ്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം ഒരു ദിവസം ബസ്സിലിരുന്നു കൊണ്ട് തൻ്റെ പുരുഷത്വം നാട്ടുകാരെ കാണിച്ചു. തുടർന്ന് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, വെളിയിലിറങ്ങി, വീണ്ടും അതേ കാര്യം ആവർത്തിച്ചു, വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലായി. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സമൂഹത്തിനെ അത് പ്രത്യേകിച്ച് അറിയിക്കേണ്ട കാര്യമേ ഇല്ല. അത് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സംവിധാനം ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഷിംജിത നിയമം കയ്യിലെടുക്കുകയാണ് ഉണ്ടായത്. അഥവാ ബസ്സിൽ വെച്ചിട്ട് ആരെങ്കിലും ഒരു സ്ത്രീയെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഒച്ച വയ്ക്കുക തന്നെയാണ്. അപ്പോൾ നേരെ കണ്ടക്ടർ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. പോലീസുകാർ വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും. ഒരു ജനപ്രതിനിധിയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റും ആയിരുന്ന ഷിംജിത അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെയുള്ള ഒരു ഉപദേശമല്ലേ ഈ ജയശങ്കറിനെ പോലെയുള്ള ആൾക്കാർ ഈ ജനങ്ങൾക്ക് പകർന്നു നൽകേണ്ടത്? ഇനി അഥവാ ആരെങ്കിലും നമ്മുടെ ജയശങ്കറിൻ്റെ ഭാര്യയോടാണ് ഇതുപോലെ ബസ്സിൽ വെച്ചിട്ട് ഒരു അതിക്രമം കാണിക്കുന്നത് എന്ന് വിചാരിക്കുക. അദ്ദേഹം അവരോട് ഒരു വീഡിയോ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറയുമോ? അതല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമോ? അവരും നല്ല ഒരു കുടുംബത്തിൽ പറഞ്ഞവരും
സംസ്കാര സമ്പന്നയും വിദ്യാസമ്പന്നയും ഒക്കെ ആയിരിക്കണമല്ലോ. ജയശങ്കറിൻ്റെ മറുപടി ആദ്യത്തേതാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു വക്കീലായിരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ത്രീകളാണ് അവരവരുടെ ശരീരം സംരക്ഷിക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരല്ല. അവൾ ഒരടി പുറകോട്ട് മാറി നിന്നിരുന്നു എങ്കിൽ ദീപക് ഇന്നും ജീവിച്ചിരുന്നേനെ. അവൾ തൻ്റെ മൊബൈൽ പുറകോട്ട് നീട്ടിപ്പിടിക്കുകയാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവിടെ മാറി നിൽക്കാൻ യഥേഷ്ടം സ്ഥലം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിലുള്ള ദുരനുഭവം ഉണ്ടായത് എന്ന് ഈ ജയശങ്കർ ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മെൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ആവശ്യം ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളതാണ്. അത് അടിസ്ഥാനരഹിതമായ ഒന്നാണ്. നാം നേരത്തെ പറഞ്ഞ സംവാദ്, അവൻ 2 പ്രാവശ്യം ഇതുപോലെ കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോയി. അവൻ ജയിലിൽ നിന്നും വരുന്ന വേളയിൽ ഓമാരെല്ലാവരും കൂടി ചെന്നിട്ട് അവനെ മാലയിട്ട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇവർക്ക് ഭ്രാന്താണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർ ബാക്കിയുള്ള പുരുഷന്മാർക്ക് നാണക്കേടും ആണ്. യഥാർത്ഥത്തിൽ ഒരു പുരുഷനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എതിർത്ത് മുന്നോട്ട് വരേണ്ടത് പുരുഷന്മാരും, അതല്ല സ്ത്രീയാണെങ്കിൽ അതിനെ എതിർത്ത് മുന്നോട്ട് വരേണ്ടത് സ്ത്രീകളും ആയിരിക്കണം. അല്ലാതെ ഇതിനെ ഒരു വൃത്തികെട്ട സ്ത്രീ പുരുഷ യുദ്ധമായിട്ട് ചിത്രീകരിക്കുക അല്ല വേണ്ടത്. ഇവിടെ ഈ ജയശങ്കറിൻ്റെ തന്നെ ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകളാരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അത് അവർക്ക് സ്വബോധം ഉള്ളതുകൊണ്ടാണെന്ന് ജയശങ്കർ തിരിച്ചറിയണം. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ടെന്ന് ഈ രാഷ്ട്രീയക്കാർ വെറുതെ പറയുന്നതാണോ? സത്യത്തിൽ അങ്ങനെയല്ല. എല്ലായിടത്തും ഈ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരാകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും അരങ്ങേറുന്നത്? എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമങ്ങൾ വേണ്ട രീതിയിൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, സ്ത്രീകൾ തന്നെ പലപ്പോഴും അത്തരം നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അഥവാ ഒരു പുരുഷ കമ്മീഷൻ വന്നാൽ തന്നെയും ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് സത്യസന്ധമാണോ അതല്ല വ്യാജമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പാക്കിയതിന് ശേഷം നിയമം അതിൻ്റേതായ രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നു എന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നു എന്നും ഉറപ്പുവരുത്തുക. അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ സ്റ്റാച്ചറിലുള്ള ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നെനിക്ക് അറിയില്ല. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ ഷിംജിതയുടെ വീഡിയോ കണ്ട് അതിനെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരുന്നു എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അവസാനമായിട്ട് എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറയാനുള്ളത്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. അതുകൊണ്ട് ഇനിയെങ്കിലും താങ്കളുടെ വീഡിയോകളിൽ ഈ വാക്കുകളിൽ കുറച്ച് മിതത്വം പാലിക്കണം. എപ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി മാത്രമേ അങ്ങ് സംസാരിക്കാവൂ. ഇന്നലെ രാഹുൽ ഈശ്വർ അങ്ങയുടെ പിതാവിനെ ഇൻഡയറക്റ്റായിട്ട് ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നി. പക്ഷേ ഒരു സത്യമുണ്ട്, അങ്ങനെ വിളിക്കാനുള്ള കാരണക്കാരൻ അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഭാവിയിൽ താങ്കൾ ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പുലർത്തണം എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.